ആ ഉണ്ണി, നിന്റെ ആർട്ടിക്കിൾ ഞാൻ വായിച്ചായിരുന്നു. കുറിക്കുകൊള്ളുന്ന ഭാഷാപ്രയോഗം, നല്ല ബെസ്റ്റ് ഹെഡ്ലൈൻ. ആ സ്റ്റീഫന്റെ തലക്കിട്ട് തന്നെ കുട്ടും കൊടുത്തിട്ടുണ്ടല്ലേ. ഹരിതേ, ഇപ്പൊ കണ്ടോണം കളി. ഞാൻ വിളിക്കാം കേട്ടോ. അവിടെ പറയടി, അവിടെ നിന്റെ അമ്മയുടെ നായരും നിൽക്കുന്നോ? അതല്ല അച്ഛാ, പിന്നെ അച്ഛന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഡോക്യുമെന്റ്സുകള് വന്ദന കത്തിക്കുന്നു. എത്രയും വേഗം ചെന്നില്ലെങ്കിൽ അവളെല്ലാം കത്തിച്ച് ചാമ്പലാക്കും. എവിടെ? പുറകില്. അച്ഛൻ ചെല്ല്. അയ്യോ, എന്റെ പാർട്ടിയുടെ ഫയലുകള്. എല്ലാം കത്തിച്ചാമ്പലാലോ. നാശം പിടിച്ചവള് ഈ വീട്ടിൽ വന്നു കയറിയത് എന്നെ പട്ടടയിലെടുക്കാൻ വേണ്ടിട്ടാണോ? വന്ദനെ, എടി വന്ദനെ. എന്താ അച്ഛാ? എനിക്ക് വേണ്ടപ്പെട്ട ഫയലെടുത്ത് കത്തിക്കാൻ നിനക്ക് അത്രയ്ക്ക് ധൈര്യോടി? ഫയലുകളോ? ഏത് ഫയലുകള്? നിന്നെ കണ്ടത് ഗുരുവോ? ഈ കിടന്ന് കത്തുന്ന സാധനത്തിന്റെ പേരാണ് ഫയല്. എന്തിനാണ് എന്റെ അലമാരയിൽ നിന്ന് ഫയലെടുത്ത് തീയിട്ടത്? നിനക്ക് കത്തിച്ച് കളിക്കാനാണ് കൊതിക്ക്. നിന്നെ കുറെ സാരി എടുത്തിട്ട് കത്തിച്ചാ പോരാണോ? അച്ഛാ, എനിക്കതൊന്നും അറിയില്ല. നിർത്തടി നിന്റെ അഭിനയം. ഇനി നീ നാവിട്ടരച്ച നിന്നെ ചവിട്ടി കൂട്ടി ഇതിനകത്തിട്ട് പച്ചക്ക് കത്തിക്കും. എന്റെ ദൈവമേ, എന്റെ ഫയല്. എടി മുടിഞ്ഞവളെ, നിനക്ക് പണ്ട് എന്നോട് എന്റെ കുടുംബത്തോടും പകയും വിദ്വേഷവും ഉണ്ടായിരുന്നു. അത് തീർക്കാൻ വേണ്ടിയല്ലേടി നീ 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 എന്റെ മകനെ കയ്യും കലാശവും കാണിച്ച് വളച്ചൊടിച്ച് എന്റെ മകനെ കൊണ്ട് ആരും അറിയാതെ നിന്റെ കഴുത്തിൽ താലി കെട്ടിച്ച് ഇങ്ങോട്ട് എഴുന്നള്ളിയത്. ദൈവസത്യമായിട്ട് എനിക്കിതൊന്നും അറിയില്ല. പിന്നെ എങ്ങനെ എന്റെ അലമാരുന്ന ഫയല് പറന്നിവിടെ വന്നോ? ഞാനല്ല ഇത് ചെയ്തത്. നീ ചെയ്ത തെറ്റ് എന്റെ മകളുടെയും മരുമകളുടെയും പേരിൽ കൊണ്ടുവച്ച് ഈ വീട്ടിലുള്ളവരെ തമ്മിൽ തല്ലിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ഒന്ന് കളയും ഞാൻ. എന്റെ കൺമുമ്പെന്ന് മോങ്ങാതെ കേറി പൊടിയത്. ദൈവമേ, എന്റെ ഫയലുകൾ. അയ്യോ, ഏതെടുക്കുന്നു? ഇപ്പൊ എങ്ങനെയുണ്ട്? നിത്യടുത്ത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത്തരം പ്രവൃത്തികൾക്കൊന്നും എനിക്ക് താല്പര്യമില്ല. എല്ലാം എന്റെ ഹരിതക്കുട്ടിക്ക് വേണ്ടിയാ ചെയ്യുന്നത്. ഹരിതയെ വേദനിപ്പിക്കുന്നവരാരായാലും അവർക്ക് ഈ വിദ്യ പണി കൊടുത്തിരിക്കും.
ഞാനിനി ആരോടൊക്കെ സമാധാനം പറയേണ്ടി വരും എൻ്റെ ദൈവമേ. ഇലക്ട്രിസിറ്റി ബില്ല് അയ്യോ 5013 രൂപയോ? ആ അതെങ്ങനെയാ? രാവും പകലും ഇല്ലാതെ ലൈറ്റും ഫാനും ഇട്ടിരിക്കുകയല്ലേ? ചന്ദ്രികേ, പ്രകാശ, മനോജേ, പിന്നെങ്ങനെ കറണ്ട് ബില്ല് കൂടാതിരിക്കും? ആരും ഇല്ലേ? ആ, എല്ലാരും ഉണ്ടായിരുന്നോ? ദേ, ഈ മാസത്തെ കറണ്ട് ബില്ല 5013 രൂപ. രാവിലെ ഇട്ടാ പിന്നെ ലൈറ്റും ഫാനും അണയ്ക്കാൻ ആരുടെയും കൈ പൊങ്ങില്ലല്ലോ. ലൈറ്റും ഫാനും ആവശ്യത്തിന് ഇടാൻ അറിയാമെങ്കിൽ ആവശ്യം കഴിഞ്ഞാൽ ഓഫ് ചെയ്യാനും അറിയണ്ടേ? കഴിഞ്ഞ കുറേ ദിവസമായി ഓരോ മുറിയിലും കയറി ലൈറ്റും ഫാനും ഓഫ് ചെയ്യുന്ന എന്റെ ജോലിയാ. തന്നോളം വളർന്ന മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരെണ്ണത്തിന് പേരിന് പോലും ഒരു ഉത്തരവാദിത്വമില്ല. ആ, ബില്ലടയ്ക്കാൻ ഒരാളുണ്ടല്ലോ ഇവിടെ. അപ്പൊ പിന്നെ കുറച്ച് അധികം എരിഞ്ഞോട്ടെന്നായിരിക്കും അല്ലേ? രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഞാൻ പെടുന്ന പാട് ഇവിടെ ആർക്കും അറിയണ്ടല്ലോ. ചന്ദ്രികെ, മക്കൾക്കോ ഉത്തരവാദിത്വമില്ല. നിനക്കെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചൂടായിരുന്നോ? ഞാൻ പുറത്തോട്ട് പോയപ്പോ ഈ വീടിന്റെ ഉടമ രാധേശ് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അതും മാധവേട്ട, അടുത്ത മാസം മുതൽ വാടക 2000 രൂപ അധികം കൊടുക്കണമെന്നാ പറയുന്നത്. ആ, അയ്യോ, ഇനിയിപ്പൊ അതിന്റെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത മാസം മുതൽ വാടക 2000 രൂപ വെച്ച് കൂട്ടിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വീടൊഴിഞ്ഞു കൊടുക്കണമെന്ന് രാധേജി പറയുന്നത്. ആ, ഭാരം വലിച്ചു വലിച്ച് വയ്യ. ഇനി ഞാൻ കൂട്ടിയാ കൂടില്ല. എന്താ ചെയ്യുക നിങ്ങൾ ആരെങ്കിലും പറ. വേണ്ട, ഞാൻ പറയാം. ഇവിടുത്തെ ചെലവ് തുല്യമായി പങ്കിട്ട് ഇനി മുതൽ പ്രകാശനും മനോജും തന്നിരിക്കണം. ഇനി ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. അച്ഛാ, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാല് എന്റെ വീട് പണി നടക്കുകയാണ്. അതിനിടയിൽ ഒരു തുക വീട്ടു ചെലവിനെന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ എനിക്ക് പറ്റില്ല. എല്ലാം ഒരു കണക്കുകൂട്ടലിലാണ് പോകുന്നത്. അതേടാ, നിനക്ക് കണക്കുകൂട്ടലുകളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പിഴച്ചു പോവെങ്കിലും ഈ നിൽക്കുന്ന മനോജിനുമുണ്ട് കണക്കുകൂട്ടലുകൾ. എല്ലാ കണക്കുകൂട്ടലും തെറ്റിയത് എനിക്കാ. ആ, ഇനി ഞാനും എല്ലാത്തിനും കണക്ക് വയ്ക്കാൻ പോവാ.
വയസ്സുകാലത്ത് ഈ നിൽക്കുന്ന ചന്ദ്രയെ നിങ്ങൾ നോക്കുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല. എന്റെ കാലം കഴിഞ്ഞാ എന്നെ വിശ്വസിച്ചിറങ്ങിയ ഈ പാവത്തിന് കൂടും കുടുക്കയും എടുത്ത് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. ആകെ ഞാനായിട്ടുണ്ടാക്കി വെക്കില്ല. ലോണെടുത്ത് ഞാനും വയ്ക്കാൻ പോയ ഒരു വീട്, അത് എങ്ങനെയാണെന്നും എന്തിനാണെന്നും ഒക്കെ സൗകര്യം പോലെ അങ്ങ് ബോധ്യപ്പെടുത്തി പോകാം. അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്താനും കാണും മക്കളിൽ ആരെങ്കിലും. എല്ലാരും കേൾക്കാൻ ഒരു കാര്യം ഞാൻ പറയാ. ഇന്ന് മുതൽ അങ്ങോട്ട് ചെലവാക്കുന്ന പൈസയുടെ തുല്യവിഹിതം തരാൻ പറ്റുന്നവർ മാത്രം ഈ വീട്ടിൽ നിന്നാ മതി. ബാക്കിയുള്ളവർക്ക് അവരുടെ പാട് നോക്കി പോവാം. മക്കളെ പറക്കമുറ്റുന്നവരെ കരുതാനുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ അച്ഛന്. മകനെയും മകന്റെ ഭാര്യയും മക്കളെയും കൂടെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. മതി. എന്റെ ഭാര്യ മോനും ഇനി ആരുടെയും ഓശാരത്തിന് വരുന്നില്ല. എന്റെ പങ്കേ ഞാൻ തരും. ഇത് 3000 രൂപയുണ്ട്. കഴിഞ്ഞ മാസം വിഹിതം എത്രയാന്ന് വെച്ചാൽ എടുത്തിട്ട് കണക്ക് പറഞ്ഞാൽ മതി. അങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ട്, ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട്. തീർന്നില്ല. എല്ലാവരും കേൾക്കാൻ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ചെലവകാശിന്റെ പണം ചോദിച്ച് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചതില് എനിക്ക് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ഞാനും എൻ്റെ ഭാര്യയും മകനും താമസിക്കുന്ന വാടകയും കറണ്ട് ചാർജും വാട്ടർ ചാർജും അല്ലാതെ മറ്റൊന്നും ഞാൻ തരില്ല. അങ്ങനെയൊന്നും പറയാതെ പ്രകാശേട്ടാ. പിന്നെ ഈ നിൽക്കുന്ന ഒന്നിനും പോരാത്ത മകനുണ്ടല്ലോ, മനോജ്. ഇവന്റെ ചെലവോ എന്റെ ചെലവിന്റെ വിഹിതം ഞാനും കൊടുത്തിരിക്കും. എന്നാൽ എന്റെ അമ്മയുടെയും ചന്ദ്രികയുടെയും വിനുവിന്റെയും ദിയമോളുടെയും ചെലവ് ഞാൻ നോക്കിക്കോളാം. ഹരിതയുടെ ഇല്ലാത്തത് നിനക്ക് നല്ലത്. അല്ലെങ്കിലേ അച്ചിയുടെ ശമ്പളം വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നേനെ. പ്രകാശേട്ടാ, അതിന്റെ കാര്യമുണ്ടോ? മാസാമാസം ചെലവാക്കുന്ന തുകയുടെ ഒരു പങ്ക് അച്ഛനെ ഏൽപ്പിച്ച പോരെ? മിണ്ടരുത്. അട്ടിച്ച് കരണം പൊളിക്കും ഞാൻ. ഒരു വീട്ടിലാണെന്നേ ഉള്ളൂ, 2 കുടുംബമായിട്ടാ കഴിയാൻ പോകുന്നത്. ഇനി നിനക്ക് മോനുള്ള ആഹാരം പ്രത്യേകം പാകം ചെയ്താൽ മതി. അതിനു വേണ്ടുന്നൊക്കെ ഞാൻ വാങ്ങി ഇവിടെ എത്തിച്ചിരിക്കും. ഇതേ പ്രകാശന്റെ ഓർഡറാ. ആദ്യമായിട്ടാ എന്തൊക്കെ ഇത്? ഇനി മുതൽ ഇങ്ങനെ തന്നെ പോട്ടെ. സുമേ, എടി സുമലതേ, ഇവിടെ ഇല്ല. വിദ്യേ, എടി വിദ്യേ. വിദ്യയെടുത്തി ഇവിടെ ഇല്ല. വിശന്നിട്ട് കുടലേരിയുന്നു. ഇവിടെ ആഹാരമൊന്നുമില്ലേ? എന്താ ഇന്ന് പട്ടിണിയാണോ? ഇല്ലച്ചാ, ആഹാരം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വേണ്ട, ചിലതൊക്കെ വന്ന് കയറിയതിന്റെ ഫലമാ. വന്ന് അന്നം വരെ മുട്ടി. ഒരു 5 മിനിറ്റ്, ഞാൻ ആഹാരം എടുത്തോണ്ട് വരാം. വിശന്നിട്ട് കുടലേരിയുന്നേ. കുറച്ച് വെള്ളമെങ്കിലും കുടിക്കാം.
ആഹാരം കൊണ്ടുവരാൻ പോയ ചത്തോ? ഒന്ന് കൊണ്ടുപോ വേഗം. ഇതെന്താ ചോറ് മാത്രമേ ഉള്ളോ? അല്ല, കറികളുണ്ട്. എന്നിട്ട് അവിടെ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എന്താ ഇത്? അച്ചാറ്. അതെന്താ അച്ചാറ് മാത്രമേ ഉള്ളൂ? അല്ല, പപ്പടമുണ്ട്. പപ്പടം എന്താ തടിയിലാണോ ഉണ്ടാക്കുന്നത്? വേഗം പോയി എടുത്തിട്ട് വാ. ആ. ഇതെന്താ പപ്പടം മാത്രമേ ഉള്ളൂ? ഒഴിച്ചു കൂട്ടാനൊന്നുമില്ലേ? അല്ല, സാമ്പാറുണ്ട്. എന്നിട്ടതെവിടെ? അല്ല, ഞാൻ വെപ്രാളത്തിൽ എടുക്കാൻ മറന്നുപോയി. പോയി എടുത്തിട്ട് വാ. മനുഷ്യനോട് വിശന്ന് ചാകാണ്ടിരിക്കുമ്പോഴാ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരുന്നത്. വിശന്നിട്ട് കണ്ണ് കാണാൻ പാടില്ലേ. സാമ്പാറ്. അവളൊരു സാമ്പാർ. ഓരോന്നായിട്ട് കൊണ്ടുവന്ന് നിന്നെ പരീക്ഷിക്കായിരുന്നല്ലേ? കാണിച്ചു തരാം. അയ്യോ അയ്യോ, അയ്യോ, അച്ഛാ. അച്ഛാ, എഴുന്നേക്ക് അച്ഛാ. എന്റെ കാലേ അയ്യോ അയ്യോ, നിന്റെ അമ്മായിപ്പ മീനെടുക്കുന്നുണ്ട്. ചിരിച്ചോണ്ടിരിക്കണടി. പിടിച്ചടിപ്പിക്കടി. അയ്യോ, ആരെങ്കിലും ഓടി വരണേ. ഇവിടെ ഉള്ളവരൊക്കെ ചത്തോ? ഒന്ന് പിടിയടി. അച്ഛൻ മെല്ലെ, സൂക്ഷിച്ച് സൂക്ഷിച്ച്. അച്ഛൻ എണീക്ക്. അയ്യോ എന്റെ കാലേ. അയ്യോ അച്ഛൻ മെല്ലെ. ഞാനെങ്ങാനും താഴെ പോയാ കൊല്ലും തന്നെ ഞാൻ. അയ്യോ, അയ്യോ, സൂക്ഷിച്ച്. എന്നെ വിളിച്ചോ? ആ നിർത്ത്. സുയിത്രേ, സുയിത്രേ. പ്രകാശ്, എന്താ ഇതൊക്കെ? നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ കൊണ്ടുവന്നത്? സുയിത്രേ, സുയിത്രേ, എവിടെ പോയി കിടക്ക? നീ എന്താ ഈ കാണിക്കുന്നത്? സുയിത്രേ, ഡേയ്. എന്താ ഇതൊക്കെ? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ലമ്മേ. നോണയും കൊതിയും പറയാതെ ഈ സാധനങ്ങളൊക്കെ പെറുക്കി അകത്തുകൊണ്ട് വെക്കടി. അകത്തുകൊണ്ട് വെക്ക് വേഗം. എത്രേ? 110. പറഞ്ഞതിനേക്കാളും 20 രൂപ കൂടുതലുണ്ട്. താങ്ക് യു. വീട്ടുവാടകയും കറണ്ട് ബില്ലും എത്രയാന്ന് വെച്ചാൽ അതിന്റെ പകുതി കൃത്യമായിട്ട് ഞാൻ തന്നിരിക്കും. മോനെ, വേണ്ട, പുതിയ ബന്ധങ്ങൾക്കൊന്നും ഞാൻ വരുന്നില്ല.
ഈ വീട്ടിൽ മറ്റൊരു വാടകക്കാരനാണ് ഞാനെന്ന് നിങ്ങൾ കരുതിയാൽ മതി. മാസാമാസം വാടക തരുന്നതിലുപരി മറ്റൊരു ബന്ധവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ബന്ധം കൂടാൻ ആരും ഇനി ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ വേണ്ട. എന്ത് കാണാനാണ് നിൽക്കുന്നത്? പോടാ. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? വാ. എന്തൊക്കെയാ പറയുന്നേ? മിണ്ടരുത്. ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മാത്രം മതി. ഇതുകൂടി കൊണ്ടുപോയിക്കോ. നടക്കടി ഓടി. സങ്കടപ്പെടേണ്ട ചന്ദ്രു. മക്കൾ വലുതായാൽ അവരെ അവരുടെ വഴിക്ക് വിടണം.